എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമിൽ. ഇന്ന് നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമേ ഒരു സിലിണ്ടർ വേണം. അതിനായിട്ട് നമുക്ക് ഷെൽഫിലുള്ള പോളി മോഡലിൽ പോയി ഒരു സിലിണ്ടർ സെലക്ട് ചെയ്യാം. സിലിണ്ടർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ചാനൽ ബോക്സിലുള്ള ഇൻപുട്സിൽ വന്ന് നമുക്ക് പോളി സിലിണ്ടർ ക്ലിക്ക് ചെയ്യാം. പോളി സിലിണ്ടർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹൈറ്റ് ബേസ് ലൈൻ നമുക്ക് -1ലേക്കും റേഡിയസ് നമുക്ക് ഒരു 2ഉം ഹൈറ്റ് നമുക്കൊരു 3ഉം വെക്കാം. അതിനുശേഷം സബ് ഡിവിഷൻ ആക്സിസ് ഉണ്ട്, അത് നമുക്ക് 8ൻ്റെ മൾട്ടിപ്പിളായ 16ലും വെക്കാം. ഇതിന് ശേഷം നമുക്ക് സബ് ഡിവിഷൻ ഹൈറ്റ് നമുക്കൊരു 5ഉം സബ് ഡിവിഷൻ ക്യാപ്പ് നമുക്കൊരു 2ഉം കൊടുക്കാം. ഇതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാനുവലി ചെയ്യണം. അതിനായിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ പോകാം. ഫ്രണ്ട് വ്യൂവിൽ പോകാനായിട്ട് സ്പേസ് ബാർ അമർത്തി നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ പോകാം. ഫ്രണ്ട് വ്യൂവിൽ പോയതിന് ശേഷം നമുക്കിതിൻ്റെ ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് നമുക്ക് വെർട്ടെക്സ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ വെർട്ടെക്സ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം ഈ കപ്പിൻ്റെ ഷേപ്പിൽ കിട്ടാനായിട്ട്. നമുക്ക് താഴെ ഏറ്റവും ചെറിയ വിത്തും മേല് വരുമ്പോഴത്തേക്ക് കുറച്ച് കുറഞ്ഞ് ഇവിടെയും കുറച്ച് ഈ 2 ഭാഗം കുറച്ച് അകത്തോട്ട് കയറിയിരിക്കും. ഇതുപോലെ നമുക്ക് കപ്പിൻ്റെ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം നമുക്ക് ഈ താഴെ ചെറിയൊരു ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഫേസ് മോഡിലേക്ക് പോയി നമുക്ക് താഴെയുള്ള ഫേസ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഫേസസ് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമുക്കിതെല്ലാം ഡീസെലക്ട് ചെയ്യാം. അതിനുശേഷം W പ്രസ് ചെയ്ത് ഷിഫ്റ്റ് അമർത്തി നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ്ട്രൂഡ് ആകും. ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇനി നമുക്ക് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകാം. ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയതിന് ശേഷം നമുക്കിതിൻ്റെ ബേസ് ഗ്രിഡിന് മേളിൽ വെക്കാം. അതിനുശേഷം നമുക്ക് അടുത്തത് വേണ്ട ഇതിൻ്റെ ഡെപ്താണ്. അതിനായിട്ട് നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്ന് ഈ ഫേസസ് സെലക്ട് ചെയ്യണം. ഈ ഫേസസ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫേസ് സെലക്ഷനിൽ പോയി നമുക്ക് ഷിഫ്റ്റ് അമർത്തി ഇങ്ങനെ മൾട്ടിപ്പിളായിട്ട് സെലക്ട് ചെയ്യാം. പക്ഷേ ഇത് കുറേ സമയം എടുക്കും. പക്ഷേ ഒരു എളുപ്പ വഴിയുണ്ട്. അതിനായിട്ട് നമുക്ക് മോഡലിംഗ് ടൂൾ കിറ്റിൽ വന്നതിന് ശേഷം ഇവിടെ പിക്ക് എന്നുള്ള ഓപ്ഷന് നമ്മൾ ഡ്രാഗിന്ന് ചേഞ്ച് ചെയ്യണം. ഡ്രാഗിന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് 6 കൊടുത്ത് എത്രയാണോ ആ കപ്പിന് തിക്നെസ് വേണ്ടത് ആ അളവിൽ നമുക്കിത് സ്കെയിൽ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്പേസ് ബാർ അമർത്തി ഫ്രണ്ട് വ്യൂവിൽ വരാം. അതിനുശേഷം നമുക്ക് 4 അമർത്തി ഇതിൻ്റെ വയർ ഫ്രെയിം മോഡിലേക്ക് പോകാം. വയർ ഫ്രെയിം മോഡിലേക്ക് വന്നതിന് ശേഷം W പ്രസ് ചെയ്തിട്ട് ഷിഫ്റ്റ് അമർത്തി എക്സ്ട്രൂഡ് ചെയ്ത് കൊണ്ടുവരാം ഇതിൻ്റെ ഡെപ്തിന് വേണ്ടിയിട്ട്. പക്ഷേ ചുമ്മാ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഈ അളവിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ നമുക്ക് ഈ കപ്പിൻ്റെ ഷേപ്പിൽ തന്നെ ഇത് കൊണ്ടുവരണം. അതിനായിട്ട് ആദ്യത്തെ എഡ്ജ് ലൂപ്പിൽ നമ്മൾ നിർത്തി ഒന്ന് സ്കെയിൽ ചെയ്ത് അതിന് ശേഷം വീണ്ടും നമ്മൾ എക്സ്ട്രൂഡ് ചെയ്ത് താഴേക്ക് രണ്ടാമത്തെ എഡ്ജ് ലൂപ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെയും നമ്മൾ സ്കെയിൽ ചെയ്ത് ഇതുപോലെ താഴെ വരെ കൊണ്ടുവരണം. ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു ഹാൻഡിലാണ്. അതിനായിട്ട് നമുക്ക് ഈ ഫേസസ് സെലക്ട് ചെയ്യണം. നമുക്ക് ഡ്രാഗ് എന്നുള്ളത് പിക്കെന്ന് മാറ്റിയതിന് ശേഷം ഈ 2 ഫേസസ് സെലക്ട് ചെയ്യാം. ഈ 2 ഫേസസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്നതിന് ശേഷം താഴെയുള്ള ഫേസസ് നമുക്ക് ഡീസെലക്ട് ചെയ്യാം. അത് നമുക്ക് രണ്ടാമത് ചെയ്യാം. ഇനി നമുക്ക് മേലുള്ള ഫേസസ് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഇനി നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഷേപ്പിൽ വരും. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നമുക്കൊരു ഡീഫോർമേഷൻ ഉണ്ടാവും. ഈ ഡീഫോർമേഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് 6 പ്രസ് ചെയ്തതിന് ശേഷം എക്സ്ട്രൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ ഫേസ് ഉണ്ട്. ഇവിടെ എക്സ്ട്രാ ഫേസ് വന്നതിന് ശേഷം നമ്മൾ 6 പ്രസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് കൊടുത്താൽ സ്ലൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ ഷേപ്പ് മാറാതെ ഇത് സ്ലൈഡ് ആവും.
ഏകദേശം ഇതുപോലെ. ഇനി നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് വെർട്ടെക്സ് മോഡിൽ പോയി വെർട്ടെക്സ് സെലക്ട് ചെയ്ത് W പ്രസ് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് വെച്ച് ഡ്രാഗ് ചെയ്യാം. ഇതുപോലെ. ഇനി നമുക്ക് ഈ ഫേസസ് സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂൾ വെച്ച് കുറച്ച് പുറത്തോട്ടൊന്ന് തള്ളാം. അതിനുശേഷം നമുക്ക് താഴെയുള്ള ഈ 2 ഫേസസ് സെലക്ട് ചെയ്യാം. മേളിൽ ചെയ്തതുപോലെ അതേ പ്രോസസ്സ് നമുക്ക് താഴെയും ചെയ്യാം. ഇതിനുശേഷം നമുക്ക് ഫേസ് മോഡിൽ പോയി ഇത് കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം മേലുള്ള ഈ ഫേസസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് എക്സ്ട്രൂഡ് ചെയ്യാം. അതിനായിട്ട് മൂവ് ടൂളിൽ വന്ന് ഷിഫ്റ്റ് അമർത്തി നമുക്ക് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യാം. ഇതിനുശേഷം നമ്മൾ R അമർത്തിയിട്ട് ഇതിൻ്റെ ഫേസസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആവും. സ്ട്രെയിറ്റ് ആകുന്നതിനും ഗുണമുണ്ട്. ഇതിനുശേഷം നമ്മൾ W പ്രസ് ചെയ്ത് ഇതുപോലെ മൂവ് ചെയ്യണം മേളിലേക്ക്. അതിനുശേഷം വീണ്ടും ഷിഫ്റ്റ് അമർത്തി നമ്മളിങ്ങനെ പ്രസ് ചെയ്യണം. അതിനുശേഷം അമർത്തി ഈ ആക്സിസിലൂടെ ഇത് റൊട്ടേറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ മൊത്തം ചെയ്ത് ഇവിടം വരെ കൊണ്ടുവരണം. ഇവിടം വരെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഈ 2 ഫേസസും ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം എഡ്ജ് മോഡിൽ പോയി ഈ എഡ്ജുകളും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പുതിയ ടൂൾ പരിചയപ്പെടാം. അതാണ് ബ്രിഡ്ജ് ടൂൾ. നമുക്കിവിടെ ബ്രിഡ്ജ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ജോയിൻ ആവും. നമ്മൾ സൈഡ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഡിഫൈൻ ചെയ്യാനും പറ്റും. ഇവിടെ ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ലൂപ്പ് അങ്ങ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂവിൽ പോയി നമ്മുടെ മോഡൽ സ്മൂത്ത് ചെയ്യാം. സ്മൂത്ത് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്മൂത്ത് എന്ന് പറഞ്ഞ്. അതിന് മുന്നേ നമുക്കിത് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകണം. ഒബ്ജക്റ്റ് മോഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ മെഷിൽ വന്നതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം. സ്മൂത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മെഷസിൻ്റെ എണ്ണം കൂടും. അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ സ്മൂത്ത്നെസ്സും കൂടും. ഇങ്ങനെ നമ്മൾ സ്മൂത്ത് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഫേസസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ആ ഫയൽ സൈസ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് മായ നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഫേസസിൻ്റെ എണ്ണം കൂട്ടാതെ നമുക്ക് സ്മൂത്ത് ചെയ്യാനായിട്ട്. അതായത് സ്മൂത്തിൻ്റെ പ്രിവ്യൂ. അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്പർ 3 പ്രസ് ചെയ്താൽ മതി. അതിന് മുന്നേ നമുക്കിത് കൺട്രോൾ Z അടിച്ച് നമുക്ക് ബാക്കിൽ വന്നതിന് ശേഷം കൺട്രോൾ 3 പ്രസ് ചെയ്താൽ ഇതുപോലെ പ്രിവ്യൂ കാണിക്കും. നമ്മൾ സ്മൂത്ത് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഷാർപ്പ് എഡ്ജസ് നമുക്ക് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ബെവൽ എന്ന് പറഞ്ഞ്. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതിനായിട്ട് നമുക്കിത് അൺസ്മൂത്ത് ചെയ്യാനായിട്ട് 1 പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എഡ്ജ് മോഡിൽ പോയി ഈ ഷാർപ്പ് എഡ്ജസ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. എവിടെയൊക്കെയാണോ നമുക്ക് ഷാർപ്പ് എഡ്ജ് വേണ്ടത് ആ എഡ്ജസ് എല്ലാം സെലക്ട് ചെയ്യണം. താഴത്തെ എഡ്ജസ് നമുക്ക് അവസാനം സെലക്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഈ എഡ്ജസ് സെലക്ട് ചെയ്യാം. ഈ എഡ്ജസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബെവൽ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫ്രാക്ഷന് 0.7 സെഗ്മെൻറ്റ്സ് നമുക്കൊരു 2 ഇടാം. ഇതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ റിവ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആ തിക്നെസ് പോകാതെ കിട്ടും. ഇനി നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്മൂത്ത്നെസ് നമുക്ക് വേണ്ട. നമുക്കിവിടെ ഷാർപ്പായിട്ടുള്ള ഇത് വേണം. അതുകൊണ്ട് സ്മൂത്തിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റാവുന്നതാണ്. അതിനാദ്യമേ നമുക്ക് ഈ എഡ്ജസ് സെലക്ട് ചെയ്യാം. എഡ്ജസ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ബെവൽ ചെയ്യണം, കൺട്രോൾ B കൊടുത്ത്. അതിനുശേഷം ഫ്രാക്ഷൻ നമുക്കൊരു 0.3 ആക്കി മാറ്റാം. അതിനുശേഷം സെഗ്മെൻറ്റ് നമുക്ക് 1 നിന്ന് 2 മാറ്റാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജ് കിട്ടും. എന്നാലും സ്മൂത്തുമാണ്.
പിന്നെ നമുക്ക് മാറ്റേണ്ടത് താഴെയുള്ള ഈ എഡ്ജാണ്. ഇത് നമുക്ക് നല്ല ഷാർപ്പായിട്ട് വേണ്ടതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ബി കൊടുത്ത് ഫ്രാക്ഷൻ നമുക്കൊരു 0.2ഉം സെഗ്മെൻറ്റ്സ് നമുക്കൊരു 2ഉം കൊടുക്കാം. ഇനി നടുക്കുള്ള ഈ ഫേസസ് നമുക്ക് കുറച്ച് മണ്ടയിലോട്ട് റേസ് ചെയ്യാം. അതിനായി പിക്കിൽ നിന്ന് ഡ്രാഗിലേക്ക് മാറ്റി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫേസ് മോഡിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഈ ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം W കൊടുത്ത് ഷിഫ്റ്റ് കൊടുത്ത് നമുക്ക് ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാച്ചുറലി ഈ ഒരു ഫ്ലോ കിട്ടും. ഇതിന് ശേഷം നമുക്ക് ബാക്കിൽ വന്നതിന് ശേഷം കപ്പിന് ഒരു സോസറും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി നമുക്കിത് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്യാനായിട്ട് ചാനൽ ബോക്സിലുള്ള ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒബ്ജക്റ്റ് ഈ ലെയറിലേക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഇത് വിസിബിലിറ്റി ഓഫ് ചെയ്യാം. ഇനി സോസർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിലിണ്ടർ കൂടി എടുക്കാം. അത് ഇവിടെ ഷെൽഫിൽ വന്ന് പോളി മോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചാനൽ ബോക്സിലുള്ള പോളി സിലിണ്ടർ 2ൽ വന്ന് ഇതിൻ്റെ ബേസ് ലൈൻ 1ലേക്ക് മാറ്റാം. റേഡിയസും ഹൈറ്റും നമുക്ക് മാറ്റണമെന്നില്ല. സബ് ഡിവിഷൻ ആക്സിസ് നമുക്ക് 8ൻ്റെ മൾട്ടിപ്പിളായ 16ലേക്ക് മാറ്റാം. സബ് ഡിവിഷൻ ക്യാപ്സ് നമുക്ക് 2ലേക്കും ഹൈറ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് മാനുവലി നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂവിലേക്ക് വന്ന് വെർട്ടെക്സ് മോഡിലേക്ക് പോയി ഡ്രാഗിലിരിക്കുക. നമുക്ക് മോഡൽ കിറ്റിൽ പോയി പിക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ മുകളിലുള്ള വെർട്ടെക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ താഴേക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഫേസ് സെലക്ഷനിൽ പോയി ഡ്രാഗ് ചെയ്ത് ടോപ്പ് ഫേസ് സെലക്ട് ചെയ്ത് ടോപ്പ് ഫേസ് സെലക്ട് ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ സൈഡ് ഫേസും സെലക്ട് ആകും. പക്ഷേ നമുക്ക് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് സൈഡ് ഫേസ് ഡീസെലക്ട് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാം. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തിയതിനു ശേഷം നമുക്ക് R പ്രസ് ചെയ്ത് ഇത് സ്ട്രെച്ച് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി സോസറിൻ്റെ ഒരു ഷേപ്പിലേക്ക് വരും. അതിനുശേഷം നമുക്ക് ചാനൽ ബോക്സിൽ വന്ന് നമ്മുടെ കപ്പ് വിസിബിൾ ആക്കാം. ഇനി നമുക്ക് കപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം W വെച്ച് നമുക്ക് ഈ കപ്പ് കുറച്ച് റേസ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവരാം. ഇതിന് ശേഷം നമുക്ക് ഈ സോസറിന് നമുക്കൊരു എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്യാം. കാരണം സോസർ ഒരിക്കലും ഇതുപോലെ സ്ട്രെയിറ്റ് ആംഗിളിൽ നിൽക്കുകയില്ല. ഇവിടെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കേവ് കാണും. ആ കേവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു പുതിയൊരു ടൂൾ പരിചയപ്പെടാം. അതായത് മൾട്ടി കട്ട് ടൂൾ. അത് നമുക്കിവിടെ ആക്സസിബിൾ ആണ്. അല്ലെങ്കിൽ മെഷ് ടൂൾസ് വന്നാൽ നമുക്കിവിടെ കാണാവുന്നതാണ് മൾട്ടി കട്ട്. മൾട്ടി കട്ടുകൾ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്യുമ്പോൾ എഡ്ജ് ലൂപ്പ് ആക്ടിവേറ്റ് ആവുന്നതാണ്. അതിനുശേഷം എവിടെയാണോ നമുക്ക് എഡ്ജ് ലൂപ്പ് വേണ്ടത് അവിടെ വന്ന് നമുക്ക് ക്ലിക്ക് ചെയ്താൽ എഡ്ജ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ക്യൂവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ഷൻ ടൂളിലേക്ക് പോവാം. അതിനുശേഷം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വെർട്ടെക്സ് മോഡിലേക്ക് പോയി ഡ്രാഗ് ചെയ്ത് ഈ നടുവിലുള്ള വെർട്ടെക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം R പ്രസ് ചെയ്ത് നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്ത് ഇത് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂവിലേക്ക് പോയി നമ്മുടെ ഒബ്ജക്റ്റ് മോഡിലേക്ക് വന്ന് വീണ്ടും മൾട്ടി കട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സോസറിൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു എഡ്ജ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ എത്രമാത്രം തിക്നെസ് വേണമെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെ നമുക്ക് ഈ സോസറിന് ഇത്രയും തിക്നെസ് കൊടുക്കാം. ഇതിന് ശേഷം സെലക്ഷൻ ടൂളിലേക്ക് പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് മോഡിലേക്ക് വരാം. ഇനി നമുക്ക് ഈ കപ്പ് ഹൈഡ് ചെയ്യാം. കപ്പ് ഹൈഡ് ചെയ്തതിന് ശേഷം ഈ നടുക്കുള്ള ഈ ഫേസസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനായി വീണ്ടും മോഡലിംഗ് ടൂൾ കിറ്റിൽ പ്രസ് ചെയ്തതിന് ശേഷം ഫേസസ് സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്ത് ഈ ഫേസസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ പോയി ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്യാം.
ആദ്യമേ തന്നെ നമുക്ക് ഈ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലൂപ്പ് കട്ടിൽ പോയി 6 പ്രസ് ചെയ്ത് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം, നമ്മൾ കപ്പിന് ചെയ്തതുപോലെ തന്നെ. അതിനുശേഷം വീണ്ടും W പ്രസ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് അമർത്തി വീണ്ടും നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 6 പ്രസ് ചെയ്ത് ഇതുപോലെ എത്രമാത്രം തിക്നെസ് ഉണ്ടോ അത് വെച്ച് നമുക്ക് ഡ്രാഗ് ചെയ്ത് ആ തിക്നെസ് ഡിഫൈൻ ചെയ്യാം. ഇനി സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് മുകളിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യണം. അതിനായി ആദ്യമേ നമുക്ക് 6 പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്യാം. അതിനുശേഷം W പ്രസ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റിൽ പ്രസ് ചെയ്ത് നമുക്കിതുപോലെ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ 3 പ്രസ് ചെയ്യുമ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ നമുക്കൊരു സോസിൻ്റെ ഉൾവശവും പുറം വശത്തിലും ഇതുപോലത്തെ സ്മൂത്ത് അല്ലായിരിക്കും, കുറച്ച് ഷാർപ്നെസ് കാണും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എഡ്ജ് ലൂപ്പിൽ വന്നതിന് ശേഷം എഡ്ജ് മോഡിൽ വന്നതിന് ശേഷം ഈ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ ബെവൽ ചെയ്യാം. കൺട്രോൾ B പ്രസ് ചെയ്ത് ഫ്രാക്ഷൻസ് കുറച്ച് 0.3 മാറ്റി സെഗ്മെൻറ്റ്സ് നമുക്ക് 2 കൊണ്ടുവരാം. അതിനുശേഷം താഴത്തെ എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ B കൊടുത്ത് ഫ്രാക്ഷൻസ് 0.3 സെഗ്മെൻറ്റ്സ് 2 കൊടുക്കാം. ഇനി നേരത്തെ കപ്പിന് ചെയ്തതുപോലെ തന്നെ ഇവിടുത്തെ ഫേസസ് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഫേസ് മോഡിലേക്ക് പോയി ഈ ഫേസസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് W കൊടുത്ത് മേളിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ എക്സ്ട്രൂഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡെപ്ത് കിട്ടും. ഇനി ഇവിടെ ടോപ്പിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എഡ്ജസിനും നമുക്ക് കുറച്ചൊരു ഷാർപ്നെസ് കൊടുക്കണം. അതിനായിട്ട് ഈ 2 എഡ്ജസ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ B കൊടുത്ത് ബെവൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഫ്രാക്ഷന് 0.5 ഇരിക്കട്ടെ, സെഗ്മെൻറ്റ് നമുക്ക് 2 കൊടുക്കാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. താങ്ക്